ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് തിരുവനന്തപുരം പാളയം മാർക്കറ്റ് പൊളിക്കാൻ ശ്രമം. കണ്ണിമേറ മാർക്കറ്റിൽ നിന്ന് മീൻ വിൽപ്പനക്കാരെ ഒഴിപ്പിച്ചു. ഈ മാസം 10 വരെ വ്യാപാരികളെ കുടിയൊഴിപ്പിക്കരുത് എന്നാണ് കോടതി ഉത്തരവുള്ളത്. സലിം മാലിക് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാറുണ്ട്. സലിം, ഈ മാസം 10 വരെ കുടിയൊഴിപ്പിക്കരുത് എന്ന കോടതി ഉത്തരവുണ്ട്. പക്ഷേ ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിച്ച് മാർക്കറ്റ് പൊളിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? എന്താണ് അവിടെ ഉള്ളവർ പറയുന്നത്? എന്താണ് വിവരങ്ങൾ? ജി.കെ. വൈകാരികമാണ് ഈ പ്രശ്നം. അതായത് ഇവിടെ ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പാളയം കണ്ണിമോറ മാർക്കറ്റ്, ഈ മാർക്കറ്റിലെ ഇവിടെ നിന്നുള്ള ഈ മാർക്കറ്റിൻ്റെ ഒരു കെട്ടിടം, ഈ മീൻ വിൽപ്പന കേന്ദ്രത്തിൻ്റെ ഒരു കെട്ടിടമാണ്. ആ കെട്ടിടം പൊളിച്ച് പുനർനിർമ്മിക്കാനാണ് നഗരസഭ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായി ഇവിടെ നിന്നുള്ള ആളുകൾ ഇവിടെ നിന്ന് തൊട്ട് താഴേക്കുള്ള ഒരു ഷെഡിലേക്ക്, താൽക്കാലികമായ ഒരു ഷെഡിലേക്ക് പോകണം എന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ അതിനു പിന്നാലെ ഇവർ കോടതിയിലേക്ക് പോയതിന് കാരണം നിലവിൽ ഇവർക്കായി നൽകിയിരിക്കുന്ന താൽക്കാലിക ഷെഡ്, ആ താൽക്കാലിക ഷെഡ് മാലിന്യ കേന്ദ്രത്തിന് സമീപമാണ് എന്നുള്ളത് കൊണ്ട് അവിടെ കച്ചവടം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു ഇവരുടെ ആക്ഷേപം. അങ്ങനെ ഹൈക്കോടതി തൽക്കാലം ഏപ്രിൽ 10 വരെ വ്യാപാരികളെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ പാടില്ല എന്നൊരു ഉത്തരവ് വരികയും ചെയ്തു. അതിന് പിന്നാലെയാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം. ആ ദൃശ്യം ഈ ഷെഡ് പൊളിഞ്ഞു വീഴുകയായിരുന്നു ഇന്നലെ രാത്രി. ഈ ഷെഡ് പൊളിഞ്ഞു വീണതിൻ്റെ മറവിൽ അവിടെ നിന്നുള്ള ഈ ഏൽപ്പിച്ച കോൺട്രാക്ടർ അവരുടെ തൊഴിലാളികളെ എത്തിച്ചുകൊണ്ട് ഈ പാളയം മാർക്കറ്റ് പൊളിക്കാനുള്ളൊരു ശ്രമം നടത്തി. ഇവിടുത്തെ വിൽപ്പനക്കാരെയൊക്കെ ഒഴിപ്പിക്കാനുള്ള ഒരു ശ്രമവും നടത്തി എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. അങ്ങനെ വലിയ പ്രതിഷേധത്തെ തുടർന്ന് ഇപ്പോൾ തൽക്കാലം ആ നടപടി അവർ നിർത്തിവെച്ചിരിക്കുകയാണ്. പക്ഷേ തൊഴിലാളികളൊന്നും പിന്തിരിഞ്ഞു പോയിട്ടില്ല. ചേച്ചി, എന്താണ് നിങ്ങളുടെ ആക്ഷേപം? ഞങ്ങളിപ്പോ അവിടെ ഇരിക്കലെന്ന് പറഞ്ഞിരിക്കണമെന്ന് അവർ അവിടെ നിന്ന് വാരി കൊണ്ടുവന്നപ്പോൾ ഇവിടെ ഇരിക്കലെന്ന് പറയണം. അപ്പൊ എന്ത് ചെയ്യണം? ഇത് പൊളിക്കാൻ നിങ്ങൾ തയ്യാറല്ലേ? അല്ല ഞങ്ങൾക്ക് പൊളിക്കണ്ട, പഴയ മാർക്കറ്റ് മതി. പൊളിച്ച് പുനർനിർമ്മിച്ച് വൃത്തിയാക്കി തരുമെന്നാണോ നഗരസഭ പറഞ്ഞത്? അല്ല അതൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു എഗ്രിമെന്റ് തന്നിട്ടില്ല. അല്ല, അത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ മാറി താൽക്കാലിക ഷെഡിലേക്ക് മാറ്റാമെന്ന് അവർ പറഞ്ഞിട്ട് അതിന് തയ്യാറല്ലാത്ത എന്താ? നമുക്ക് അവിടെ കട ശരിയല്ലാത്തത് കൊണ്ടാണ് മാറാത്തത്. അവിടെ ആർക്കും എല്ലാവർക്കും ഇരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഇന്ന് എന്തൊരു വീട്ടുകാരൊക്കെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയണത്. എനിക്ക് ഉണക്കമീൻ കച്ചവടമാണ്. എനിക്ക് അവിടെ കട തന്നില്ല. ഞാൻ ഇവിടെയാണ് മോളിലാണ് ഇരിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ചേച്ചി, എന്താ ഇന്ന് സംഭവിച്ചത്? ചേച്ചി ഉണ്ടായിരുന്നു അവിടെ? വഴക്ക് നമ്മുടെ മാർക്കറ്റായിരുന്ന ചീത്ത വിളിക്കും. പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന മാർക്കറ്റ് എന്ന് പറയുന്ന പ്രശ്നത്തിനുള്ളതാണ്. അവിടെ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് കാണണ്ടേ, അവർ വീട്ടിലുള്ള ശല്യം എന്ന് പറയുന്നത്. ഇപ്പൊ ചീത്ത വിളിക്കണ്ട, പ്രശ്നം ഉണ്ടാക്കുന്ന മാർക്കറ്റ് മാറി കൊടുക്കണമെന്ന് പറയുന്നു. അപ്പൊ നമ്മൾ എന്തേ മാർക്കറ്റ് ഇന്നിപ്പോ പൊളിക്കാനായി ആരൊക്കെയാ വന്നത്? നമ്മളൊന്നും കണ്ടില്ല. രാത്രി 9:30 ഞാൻ ഇവിടെ വന്നപ്പോഴും മാർക്കറ്റ് നന്നായിട്ടിരുന്നതാണ്. ഇപ്പൊ രാവിലെ 10:00 വന്നപ്പോഴും മാർക്കറ്റ് ഉണ്ട്. രാവിലെ വന്ന മാർക്കറ്റ് പൊളിച്ചിട്ടിരിക്കുന്നത്. നമ്മൾ ആര് പൊളിച്ചില്ല അറിഞ്ഞൂടാ. ഇപ്പൊ മാർക്കറ്റ് മീൻ വിൽക്കാൻ വന്നാൽ ഇവിടെ വിൽക്കേണ്ടെന്ന് പറയുന്നത്. എന്തായാലും നിങ്ങൾ ഈ മാർക്കറ്റ് പൊളിക്കാൻ സമ്മതിക്കില്ല? ഇല്ല, നമുക്ക് ഈ മാർക്കറ്റ് വേണം, അത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് ഈ മാള മാർക്കറ്റ് മതി, ഞങ്ങൾക്ക് ഇത് മതി. ഞങ്ങളാ സീറ്റ് ഇട്ട് ഞങ്ങൾക്ക് ഇത് തന്നാ മതി. അവിടെ എന്താ പ്രശ്നം? അവിടെ സ്റ്റേ വാങ്ങിച്ച അവിടുന്ന് മാറാൻ പറഞ്ഞു. സ്റ്റേ വാങ്ങിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിന്നെ എന്തിനാ ചെയ്യാ? അവിടെ സ്റ്റേ വാങ്ങിച്ചെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്കും ജീവിക്കണമല്ലോ മക്കളെ. ഞങ്ങൾക്കും നിവർത്തിയില്ലാത്തവർ. ഈ വെയിലൊന്നും കൊള്ളാൻ ഞങ്ങൾക്ക് വയ്യ. ഞങ്ങൾ തളർന്ന് വീഴുന്നു പോകും. ജിക്ക്, അങ്ങനെ വൈകാരികമായ പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ ഒരു ചേച്ചി ഇന്ന് ഇപ്പം എന്താ സംഭവിച്ചത്? നമ്മളെ മാർക്കറ്റ് മാത്രം മതി സാറേ. ഞങ്ങൾക്ക് അവിടെ ഇരിക്കണത് നമ്മളെ ഇരിക്കാൻ പറ്റുന്നില്ല സാറേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ മാർക്കറ്റ്, നമ്മളെ പഴയ മാർക്കറ്റ് മാത്രം മതി. ഇപ്പം എന്താ സംഭവിച്ചത്? ഇന്ന് സാറേ ഞങ്ങൾക്ക് മീൻ അവിടെ വിൽക്കണം. പക്ഷേ നമുക്ക് ഈ കടയാണ് സ്ഥിരമുള്ളത്. നമ്മളെ ഈ കട മാത്രം മതി. നമുക്ക് വേറെ ഒരു മാർക്കറ്റ് വേണ്ട സാറേ. ഇന്നിപ്പോൾ പൊളിക്കാൻ അവരെത്തിയിരുന്നു. പൊളിക്കാൻ അവരെത്തി. ആര് പൊളിച്ചെന്ന് നമ്മൾ കണ്ടില്ല സാറേ. ഞാൻ വന്നത് 9 മണിക്കാണ്. ഇത് ആര് പൊളിച്ചെന്ന് എനിക്കറിഞ്ഞൂടാ. അതുകൊണ്ട് സാറേ ഞങ്ങൾക്ക് സ്ഥിരമുള്ള കട ഇതാണ്, ഇത് മാത്രം മതി. നഗരസഭയും പറയുന്നത് ഈ കെട്ടിടം പൊളിച്ച് അത് പുനർനിർമ്മിച്ച് നന്നാക്കി തരുമെന്നാണോ? ഇത് ആ കട പൊളിച്ചപ്പോൾ പറഞ്ഞ് ഇത് നന്നാക്കി തരുമെന്നു. ഇപ്പം അത് പൊളിച്ചിട്ട് അതും കിടക്കണം, ഇതിനെ നന്നാക്കണില്ല. ഇപ്പം ഇവിടെ നിന്ന് ഞങ്ങളെല്ലാവരും അങ്ങോട്ട് കൊണ്ടുപോകണം റോട്ടിൽ. ഞങ്ങൾ എവിടെയായിരിക്കാം? ഈ അമ്മച്ചിമാർ വയസ്സായ നേരം ഈ മഴയും കാറ്റും കൊണ്ട് ഈ വെയിലിൽ എവിടെ ഇരിക്കാം സാറേ? അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കാറ്റോ മഴയോ ഇരിക്കട്ടെ, ഈ മാർക്കറ്റ് മാത്രം മതി. ജിക്ക്, അങ്ങനെയാണ് ഇവർ പറയുന്നത്. അതായത് ഇവരുടെ ഇപ്പോഴുള്ള ഈ മാർക്കറ്റ്, ആ മാർക്കറ്റ് അങ്ങനെ തന്നെ നിലനിർത്തിയാൽ മതി, അവിടെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ചില വൈകാരികമാണ്. മാർക്കറ്റ് പൊളിക്കാനും അതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകളെ താൽക്കാലിക ഷെഡിലേക്ക് മാറ്റി പിന്നീട് തിരികെ കൊണ്ടുവരാം എന്നുമൊക്കെയുള്ള തീരുമാനം നഗരസഭ എടുത്തിട്ടുണ്ടോ? അതിനാണോ കോടതി ഇപ്പോൾ തൽക്കാലം ഉടനെ മാറ്റേണ്ടതില്ല എന്ന്, അതായത് ഈ മാസം 10 വരെ ഒഴിപ്പിക്കരുത് എന്നൊക്കെ കോടതി ഉത്തരവുണ്ട് എന്ന് പറയുന്നത് ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണോ?
ശരി, സലിം മാലിക്കിന്റെ ടെലിഫോൺ ലൈൻ കട്ടായിട്ടുണ്ട്. നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. ഏതായാലും ചുരുക്കി പറഞ്ഞാൽ തിരുവനന്തപുരത്തെ പാളയത്തുള്ള കണ്ണന്മേര മാർക്കറ്റിലാണ് ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. കോടതി ഉത്തരവ് ലംഘിച്ച് പാളയം മാർക്കറ്റ് പൊളിക്കാൻ ശ്രമം നടക്കുന്നു എന്നതാണ് അവിടെ മീൻ വിൽപ്പനയ്ക്കൊക്കെ നിൽക്കുന്ന സ്ത്രീകൾ പറഞ്ഞത്. കണ്ണിമാറ മാർക്കറ്റിൽ നിന്ന് മീൻ വിൽപ്പനക്കാരെ ഒഴിപ്പിച്ചിരിക്കുന്നു. ഈ മാസം 10 വരെ വ്യാപാരികളെ കുടി ഒഴിപ്പിക്കരുത് എന്നായിരുന്നു കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നത്. സലീം മാലിക് തുടരുകയാണ് തിരുവനന്തപുരം പാളയം കണ്ണന്മാറ മാർക്കറ്റിൽ നിന്നും. സലീം, ഇത് അവിടെ നിന്ന് നേരത്തെ ഇവരെ മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയ ശേഷം പിന്നീട് ഈ മാർക്കറ്റ് വൃത്തിയാക്കി പുനർനിർമ്മിച്ച ശേഷം കൊണ്ടുവരാമെന്നാണോ നഗരസഭ പറഞ്ഞിരിക്കുന്നത്? എന്താണ് ഇവർക്ക് കൊടുത്തിട്ടുള്ള ഉറപ്പ്? ഒന്നും ലഭിച്ചിട്ടില്ല എന്നാണല്ലോ ഇവർ പറയുന്നത്. ജികെ, നഗരസഭയുടെ തീരുമാനം, അതായത് ഈ മാർക്കറ്റ് ഇത് ചില മോശം അവസ്ഥയിലാണ്, അതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റ് പൊളിച്ച് അതിനുശേഷം ഇവിടെ ഒരു പുനർനിർമ്മാണം നടത്തി വീണ്ടും ഇവിടെ ഇവരെയൊക്കെ തിരികെ കൊണ്ടുവരാം, അതുവരേക്കും താൽക്കാലികമായി മാറണമെന്നുള്ളതാണ് നഗരസഭ പറയുന്നത്. പക്ഷേ ഇവരുടെ ആശങ്ക ഇതിന് സമാനമായി തൊട്ടു മുകളിൽ ഒരു കെട്ടിടമുണ്ടായിരുന്നു, ആ കെട്ടിടവും പുനർനിർമ്മിച്ച് നൽകാം എന്ന് പറഞ്ഞ് അവിടുത്തെ തൊഴിലാളികളെ അവിടെ നിന്ന് ഒഴിപ്പിച്ചത് അവിടെ നിന്ന് മാറ്റിയതാണ്. പക്ഷേ നാളുകൾ ഇതുവരെയായിട്ടും അത്തരത്തിലൊരു പുനർനിർമ്മാണ പ്രവൃത്തി അവിടേക്ക് നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെയും അവസ്ഥ സമാനമാകും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. മാത്രമല്ല ഇവർക്ക് ഇവിടെ സുരക്ഷിതമായി ഇപ്പോൾ ഇരിക്കാൻ കഴിയുന്നുണ്ട്. ഇത് ഈ മാർക്കറ്റ് പൊളിക്കേണ്ടതില്ല എന്നതുൾപ്പെടെ ഇവർ പറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നിലവിൽ ഇവർ പറയുന്നത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടൊരു ഉത്തരവ്, ഹൈക്കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ തന്നെ ഈ ഇവിടുത്തെ വ്യാപാരി വ്യവസായി സമിതിയൊക്കെ ഒരു യോഗം ചേരുകയും ഹൈക്കോടതി ഉത്തരവിനെ സ്വീകരിക്കുന്നുവെന്നും അത് സന്തോഷം നൽകുന്നതാണ് എന്നൊക്കെ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അതിന് പിന്നാലെ ഈ ഉത്തരവ് വന്നതിന് പിന്നാലെ എന്തുകൊണ്ടാണ്, കാരണം ഈ ഉത്തരവ് വരുന്നതിന് മുൻപ് വരെ അത്തരത്തിലൊരു ശ്രമം നടക്കാതെ ഉത്തരവ് വന്നതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം തന്നെ എന്തിനാണ് ഈ പൊളിക്കാൻ ഈ കോൺട്രാക്ടർ ഇറങ്ങിയത് എന്നുള്ളതും ഒരു സംശയമാണ്. ഇവർ നഗരസഭയെ കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷേ നഗരസഭ ഏർപ്പെടുത്തിയ കോൺട്രാക്ടറാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ചേച്ചി, നിങ്ങൾക്ക് ഇവിടെ കച്ചവടത്തിന് സൗകര്യമാണ്? നല്ല സൗകര്യമാണ് ഇവിടെ. എന്തെങ്കിലും ഒരു ആഹാരം കഴിക്കാൻ പോവാനോ ഇവിടെ ഇരിക്കാനോ നല്ല സൗകര്യമാണ്. പക്ഷേ ഇവർ പറയുന്ന നഗരസഭയൊക്കെ പറയുന്ന ഈ കെട്ടിടം അപകടാവസ്ഥയിലാണ്, അതുകൊണ്ടാണ്. ഒരു അപകടാവസ്ഥയില്ല, നല്ല സൂപ്പറായിട്ട് തന്നെ ഇരിക്കുന്ന കെട്ടിടം. ഇവിടെ വൃത്തിയാക്കി തന്നാൽ മതി, ഇവിടെ വൃത്തിയാക്കി തന്നാൽ മതി എന്നുള്ളതാണ് പറയുന്നത്. നമ്മളും ഇതിൻ്റെ മുകളിലേക്ക് കാണുമ്പോൾ അങ്ങനെ ഏതെങ്കിലും നിമിഷത്തിൽ പൊളിഞ്ഞു വീഴുന്നത് പോലെ എങ്ങനെ എന്തെങ്കിലും കാണുന്നില്ല. ഒരു വൃത്തിക്കുറവുണ്ട്, സ്വാഭാവികമായുള്ള ഒരു വൃത്തിക്കുറവിനപ്പുറത്തേക്ക് കാണുന്നില്ല. പക്ഷേ എങ്കിലും നഗരസഭ സദുദ്ദേശപരമായി തന്നെ അത് കൈകാര്യം ചെയ്തതാണോ എന്ന് നമുക്ക് അറിയുകയുമില്ല. പക്ഷേ എന്തായാലും ഇതിനകത്തേക്ക് നോക്കാനാണ് എന്താ വെച്ച് പറഞ്ഞത്, ഇതിൻ്റെ അകത്ത് കയറി നോക്കി. ആദ്യം ഞങ്ങൾ ഇവിടെയാണ് ഇരുന്നത്, സ്ഥലം നോക്കി. പിന്നെയാണ് വൃത്തിയുടെ കുറവേ ഉള്ളൂ, അപകട പ്രശ്നം. മീൻ കട ഉണ്ടെങ്കിൽ എല്ലാ സാധനവും വിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആർക്കും ഒരു സാധനങ്ങളും വിൽക്കൂല, കച്ചവടം നടക്കൂല. ജിക്ക്, എന്തായാലും ഇതിൽ നഗരസഭയുടെ ഒരു ഇടപെടൽ അതിനപ്പുറത്തേക്ക് ആ കോൺട്രാക്ടർ ഈ കരാർ എടുത്തിരിക്കുന്ന ആളുടെ ഒരു പ്രശ്നം എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. സലീം മാലിക്കാണ് തിരുവനന്തപുരം പാളയം മാർക്കറ്റിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.